ഡൽഹിയിൽ വീണ്ടും വെടിവയ്പ്. പെട്രോൾ പമ്പിന് നേരെയാണ് 4 അംഗ സംഘം വെടിയുതിർത്തത്. ഒരാൾക്ക് പരിക്കേറ്റുവെന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിനീത വിജി തത്സമയം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ ഡൽഹിയിൽ ഈ വെടിവയ്പ് എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലാതായിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ഡൽഹിക്ക് സംഭവിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടുത്തൊരു മാസത്തിനിടെ ഇങ്ങനെ സമാന രീതിയിലുള്ള നിരവധി സംഭവങ്ങളാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. ഇതിൽ പലരും ഈ പിടികൂടുമ്പോൾ ഈ പിടിയിലാവുന്നവരൊക്കെ തന്നെ പ്രായപൂർത്തിയാകാത്ത പ്രതികളാണ്. ഇപ്പോഴും സമാന രീതിയിലൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഡൽഹിയിലെ ഒരു പെട്രോൾ പമ്പിൽ, ഗോവിന്ദപുരിയിലെ പെട്രോൾ പമ്പിന് നേരെയാണ് അക്രമികളെത്തി വെടിയുതിർത്തത്. ഇരുചക്ര വാഹനത്തിലെത്തി, അതായത് 2 വാഹനങ്ങളിലായി എത്തിയ 4 അംഗ സംഘമാണ് ഈ വെടിയുതിർക്കുന്നത്. എന്താണ് ഈ വെടിവെപ്പിന് പിന്നിൽ നിന്നുള്ള കാരണം ഇനിയും വ്യക്തമല്ല. ഇവർ ഈ 4 പേർ ഈ ഇരുചക്ര വാഹനങ്ങളിലേക്ക് എത്തുന്നു. 2 ബൈക്കുകളിലായിട്ടാണ് എത്തുന്നത്. ഒപ്പം തന്നെ ഇതിന് പിന്നിലുണ്ടായിരുന്ന ആൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഈ പെട്രോൾ പമ്പിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഈ പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് വെടിയേറ്റിട്ടുണ്ട്. ആദ്യം നമുക്കറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ്. ഇപ്പോൾ ആ ഗുരുതരാവസ്ഥ അദ്ദേഹം തരണം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വെടിവെപ്പിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഈ പെട്രോൾ പമ്പിന് സമീപമുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും പോലീസ് പറയുകയാണ്. താങ്ക് യു വിനീത വിജി.